ഈ വീഡിയോ പഴയ വീഡിയോൻ്റെ ഒരു ഷോർട്ട് വെർഷനാണ്. സോ അത് മുഴുവൻ കണ്ടവർ ഇത് കാണണമെന്നില്ല. സോ നമ്മളൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് വാട്സപ്പിലേക്ക് ആഡ് ചെയ്യാമെന്ന്. സോ നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നു. ഇമ്പോർട്ട് വീഡിയോ ഫ്രം ഗാലറി എടുത്തു. ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യുക. ഡിസറബിൾ സൈസിൽ ഒരു ഡ്യൂറേഷൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കുക. ഒരു പൊസിഷൻ കട്ട് ചെയ്തിട്ട് നമ്മളത് സ്റ്റിക്കറാക്കി മാറ്റുന്നു. ഓക്കെ, അത് എന്നിട്ട് നമ്മൾ ക്രോപ്പ് ചെയ്യുന്നു. ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തിട്ട് നമ്മളത് സ്റ്റിക്കറിലേക്ക് ആഡ് ചെയ്യുന്നു. സോ അതെന്താണെന്ന് വെച്ചാൽ നമുക്കത് നേരിട്ട് സ്റ്റിക്കറാക്കാൻ പറ്റില്ല. അത് വാട്സപ്പിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണില്ല. അത് ഇനി സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണില്ല. സോ നമ്മളത് വാട്സപ്പിലേക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഫയൽ മാനേജറിൽ പോവുക. ഈ കണ്ട സ്റ്റിക്കർ മേക്കറിൻ്റെ സോഴ്സ് സൈറ്റ്, അതായത് അതിൻ്റെ ഡാറ്റ സേവ് ചെയ്യുന്ന സൈറ്റ് നമ്മൾ ഫോൾഡർ കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഈ സ്റ്റിക്കറിനെ വാട്സപ്പിൻ്റെ ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് റീനെയിം ചെയ്യുമ്പോൾ പെട്ടെന്നാവാനാണ്. സോ അതിലേക്ക് നമ്മൾ സ്റ്റിക്കറിൻ്റെ ആ ഫോൾഡറിലേക്ക് നമ്മൾ കോപ്പി ചെയ്തു. സോ ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ നിന്ന് നമ്മളെ വാട്സപ്പിലേക്ക് ഒരു സ്റ്റിക്കർ സെൻഡ് ചെയ്യണം. സോ ഞാനൊരു സ്റ്റിക്കർ അതിലേക്ക് സെൻഡ് ചെയ്തു. എൻ്റെ മറ്റൊരു വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് ഈ വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ഒരു സ്റ്റിക്കർ സെൻഡ് ചെയ്തു. ഇത് നേരത്തെ ചെയ്ത് വെച്ച സ്റ്റിക്കർ ആവാതിരിക്കാൻ നല്ലത്. അപ്പോൾ തന്നെ എത്തിയ വല്ല സ്റ്റിക്കറും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എഡിറ്റ് ചെയ്യാണ് നല്ലത്. ആ സ്റ്റിക്കർ ആദ്യം ഈ വാട്സപ്പിൽ ഉണ്ടാവരുത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ ടൈം പ്രശ്നം വരും. സോ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടു. സോ ആ സ്റ്റിക്കർ നമ്മൾ എന്ത് ചെയ്യണം, റീനെയിം ചെയ്ത് കൊടുക്കണം. അതായത് ആ സ്റ്റിക്കർ വന്നു, ലവിൻ്റെ ചിഹ്നം വന്നു. അത് നമ്മൾ റീനെയിം ചെയ്തിട്ട് അതിൻ്റെ നെയിം കോപ്പി ചെയ്യുക. കട്ടോ കോപ്പി എന്തായാലും ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്റ്റിക്കറിന് ആ നെയിം കൊടുക്കണം. എന്നിട്ട് നമ്മളെ സോഴ്സ് സാധനം ഡിലീറ്റ് ചെയ്യണം. ആ നെയിം കൊടുത്തു. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ വാട്സപ്പിൽ അത് വന്നിട്ടുണ്ടാവും. പക്ഷെ അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും തുറക്കണം, എന്നിട്ടില്ലേ അതങ്ങനെ വരുള്ളൂ. സോ നമ്മൾ വാട്സപ്പിൽ നോക്കി ഓക്കെ, നമ്മുടെ സ്റ്റിക്കറാണ് അവിടെ ഉള്ളത്. എന്നിട്ടത് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്യുക. വീണ്ടും പിന്നെ അപ്പോൾ നമുക്ക് ആ സ്റ്റിക്കർ വാട്സപ്പിൽ ആഡ് ആയി കിട്ടി. സോ ഇത്ര പണിയുള്ളൂ നമ്മളെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.